ഹായ് ഫ്രണ്ട്സ്, ദൈമോസ് വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു അപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് റവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് പെട്ടെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. രാത്രി ഇവിടെ ഒന്നില്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഇതുപോലുള്ള പഴമുണ്ട്, ഇതുപോലുള്ള അപ്പമാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളകും എടുക്കാം കേട്ടോ. ഇതൊക്കെ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി നമുക്ക് പതുക്കെ ചെറുതായിട്ട് ഇപ്പോൾ ചൂടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കത് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയുണ്ട് കേട്ടോ. പച്ചമുളക് എത്ര കൂടണമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത്രക്കും വലിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ ഇടാം കേട്ടോ. പിന്നെ സവാളയും നമുക്ക് കൂടിയാണെന്നൊക്കെ കുഴപ്പമില്ല. എന്നാലും ഇത് മതിയാകും കേട്ടോ. ഇപ്പോൾ ഇത്ര ഇതിന് ഒരെണ്ണം മതിയാകും, എന്നാലും ഞാൻ അങ്ങനെ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നാക്കി കഴുകിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തൊന്ന് കുതിരാൻ വേണ്ടി വെച്ച്. അപ്പോൾ വെള്ളം പോരാന്ന് തോന്നിയിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ഏറ്റവും അവസാനം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം. ഞാൻ ഇത്തിരി കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റും. ഇതിനകത്ത് ഒന്നും കൂടി വെള്ളം ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ചൂടിനെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ചെടുക്കണം കേട്ടോ. അതെ, ഇങ്ങനെ വീഴുന്നൊരു പരുവമാണ് കേട്ടോ. നമ്മളൊരു കുറച്ച് വെള്ളം എടുത്ത് ആദ്യം വെക്കാം കേട്ടോ. വെള്ളം ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് മാത്രം, കൈ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്തിരി വെള്ളം എടുത്ത് വെക്കണം. അപ്പോൾ തീ കൂടുതലാണ്, തീ കുറച്ച് കൊടുക്കണം കേട്ടോ. ഉള്ളത് ഇങ്ങനെ പെട്ടെന്ന് ആക്കണം, എന്നാലാണ്. ഇത് സവാളയും പച്ചമുളകും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ നിരത്താനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് മൊബൈലിൽ കൈ പിടിച്ചുകൊണ്ടാണ്. ഇതിൽ നല്ല വട്ടത്തിൽ നിരത്തിയെടുക്കാം. ഇങ്ങനെ സവാള നമ്മൾ തടസ്സമാണത്, സവാളയും പച്ചമുളകും. അപ്പോൾ ഈ പച്ചമുളകും സവാളയൊക്കെ കിടന്ന് നന്നായിട്ട് മൊരിയും കേട്ടോ. ഇത്രയും വട്ടം മതിയാവും. മൊരിഞ്ഞിട്ട് മറിച്ചിടാം കേട്ടോ. അടി നന്നായിട്ട് വെളിച്ചെണ്ണ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് എത്ര ഉള്ളൂ കേട്ടോ. പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ റവയുടെ 4 മണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട. ഇത് തന്നെ പല രീതിയിൽ ഓട്ടട ആയിട്ടൊക്കെ നമുക്ക് ചൂടാൻ പറ്റും കേട്ടോ. ഓട്ടട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മൾ വാഴയിലയിൽ ഇതിങ്ങനെ പരത്തിയിട്ട് ഇപ്പോൾ മധുരം വേണമെങ്കിൽ, ശർക്കരയൊക്കെ വേണമെങ്കിൽ നമ്മൾ ശർക്കരയും തേങ്ങയും അതിൽ കുഴക്കണം. ശർക്കര തേങ്ങ അതിന് പ്രത്യേകം അതിന് സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റൊക്കെ കിട്ടാനാണെങ്കിൽ നമ്മൾ ഈ കൊപ്രയൊക്കെ ഉണ്ടല്ലോ, കൊപ്രയൊക്കെ ചിലവർ തേങ്ങ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കൊപ്രയൊക്കെ ചിലവർ കളയുകയൊക്കെ ചെയ്യും കേട്ടോ. ചില ആൾക്കാർ കൊപ്രയൊക്കെ കളയും. അപ്പോൾ നമ്മൾ കൊപ്രയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കളയരുത്. ഈ കൊപ്ര ഇടിച്ച് ചതച്ചൊക്കെ വെക്കണം. ചതച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ശർക്കരയൊക്കെ ഇട്ട് ഇതേപോലെ തന്നെ കുഴച്ചിട്ട്, സവാളയും പച്ചമുളകൊന്നും വേണ്ട, ഇതേപോലെ തന്നെ കുഴച്ചിട്ട് വാഴയിലയിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊപ്രയിൽ നിന്നുള്ള ആ ഒരു നല്ല ടേസ്റ്റൊക്കെ ഇറങ്ങും. അപ്പോൾ വെളിച്ചെണ്ണ വേണ്ട. വാഴയിലാണെങ്കിൽ ഇങ്ങനെ ഓട്ടയുടെ പോലെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പച്ചമുളകും സവാളയും എല്ലാം കൂടി ഇട്ട
റെഡിയാക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടുണ്ടാണ്ട് ഇവിടെ ഇങ്ങനെ അരികത്ത് അത് തന്നെയല്ല, സവാളയും പച്ചമുളകും വരുമ്പോഴിങ്ങനെ നമുക്ക് നിരത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ 4 മണിക്കൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ പിള്ളേർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള പിള്ളേർക്കിനെ കഴിക്കാം. അപ്പോൾ സവാള പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിയല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല ഇതാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് അങ്ങനെ ചുട്ടെടുക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ വേണമെങ്കിൽ ചേർക്കാട്ടെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത്. ഇത് ഇത്രയാണ് നല്ലത്. വേപ്പിലയൊക്കെ നന്നായിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് സവാളയും പച്ചമുളകൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് പരക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. വെളിച്ചെണ്ണ കുറേശ്ശെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നറുനെയ്യ് മിക്സ് ചെയ്തോ ഒക്കെ എടുക്കാം. എന്താണെന്ന് വെച്ചാൽ കണ്ട പച്ചമുളകുണ്ട്, സവാളയുണ്ട്, വേപ്പിലുണ്ട്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മുരി പെട്ടെന്നൊന്ന് മസാല. മൂന്നെണ്ണം ഉണ്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളൂ. വെളിച്ചത്തിൻ്റെ തന്നെ എന്തോ ഒരു നീല കളർ അടിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കണം കേട്ടോ. 4 മണിക്കൊക്കെ നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ചിലപ്പോൾ. അപ്പോൾ ഇടയ്ക്ക് സവാളയും പച്ചമുളകൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അധികം ഞാൻ നീട്ടുന്നില്ല വീഡിയോ. അപ്പോൾ അതെ കണ്ട റവയുടെ അപ്പം നന്നായിട്ടൊക്കെ മുരിഞ്ഞിട്ടുണ്ട്, നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ലാസ്റ്റത്തെ എവിടെ ഞാൻ ചുട്ടെടുക്കേനെ കേട്ടോ. അപ്പോൾ പരത്താനായിട്ട് ഇപ്പോൾ നമ്മൾ കൈ ഒന്ന് ഒതുക്കി പിടിച്ചു. അതൊക്കെ ഒരു മരിങ്ങാണ് കേട്ടോ പരത്തുന്നത്. നമ്മുടെ ഇതിൽ നിന്ന് ഇങ്ങനെ പരത്തിയെടുക്കാനൊക്കെ ഒരു മരിങ്ങാണ്. അങ്ങനെ പിടിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കിടന്നിങ്ങനെ ഓടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു മരിങ്ങിൽ നമ്മളങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ വലുത് വേണമെങ്കിൽ വലുതായിട്ട് ചുടാം കേട്ടോ എല്ലാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ റവയുടെ അപ്പം ഒട്ടടാന്ന് ഞാൻ പറയണില്ല. ഒട്ടട നമ്മൾ ഇലയിൽ ചുടുമ്പോഴാണ്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലാത്തതിനാണെന്ന് തോന്നുന്നു ഒട്ടടാന്നൊക്കെ പറയണ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു.